ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി 3.90 കോടി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിട പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വികസന കേരളം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ, പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കിയ ആദരണീയനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും പങ്കാളികളാകുന്നത്. 68 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, അതോടൊപ്പം 33 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം ഒന്നിച്ച് നടക്കുന്നുവെന്നത് നമ്മളെല്ലാവരിലും സന്തോഷം പകരുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് ഒരു പഠനം നടത്തിയാൽ ആ പഠനം കഴിഞ്ഞ് പിന്നെ അവരവരുടെ പാടായി എന്നുള്ള മട്ടാണ്. പലരും പിന്നെ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാറേയില്ല. എന്നാൽ ഇന്ന് അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം. കുട്ടികൾ വലിയ തോതിൽ അറിവ് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി പലതരത്തിലുള്ള അറിവുകളും കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള സംശയങ്ങൾ, അഭിപ്രായങ്ങൾ കുട്ടികളിൽ വളർന്നു വരാനിടയുണ്ട്. അത് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുള്ളതാണ്. അപ്പോൾ അവർ പണ്ട് പഠിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം അതാകെ നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ കാലാനുസൃതമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് ലോങ് ലേണിംഗ് സിസ്റ്റമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അധ്യാപകരിലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതാണ്. ഇവിടെ 10 ലക്ഷത്തോളം കുട്ടികളാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി എത്തിച്ചേർന്നത്. 45,000-ഓളം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത്. സ്കൂളുകളിൽ റോബോട്ടിക് കിറ്റുകളടക്കം ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ നൂതന സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യമുള്ളവരാക്കുകയാണ്. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം യൂണിസെഫ് ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെയും വിദ്യാകിരണത്തിൻ്റെയും ഭാഗമായി കേരള സർക്കാർ GHSS ആദവനാടിന് അനുവദിച്ച 3.9 കോടി രൂപയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. 2016
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാകെ തന്നെ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ചിന്തിച്ചു തുടങ്ങി, ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇനി എന്ത് ചെയ്യും? ആ ഒരു ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിൻ്റെ തുടർച്ചയായുള്ള വിദ്യാകരണ പദ്ധതിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഏറ്റെടുത്തത്. 7.5 കൊല്ലം കൊണ്ട് 5000 കോടി രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായി ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT ഹാരിസ് ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മറ്റു ടീച്ചേഴ്സ് അടക്കമുള്ള സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷമുള്ളൊരു പ്രോഗ്രാമിലാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചു. സാന്നിധ്യം കൊണ്ട് സന്നിഹിതരാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, കാലത്തിൻ്റെ മാറ്റങ്ങൾ, എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൂടെ പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠനം ലഭിക്കണമെങ്കിൽ നല്ലൊരു പശ്ചാത്തലം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കെട്ടിടങ്ങൾ ആവശ്യമാണ്. നമുക്ക് നല്ല കെട്ടിടങ്ങളുണ്ട്, എന്നിരുന്നാലും ഒരുപാട് കുട്ടികളുടെ സാന്നിധ്യം, ശക്തി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പശ്ചാത്തലം കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു കെട്ടിടം ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 3.90 കോടി രൂപ ഇവിടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ ഫൗസിയ അധ്യക്ഷയായി. ഹരീഷ് AEO കുറ്റിപ്പുറം, അബ്ദുൾ സലീം BPC കുറ്റിപ്പുറം, PTA പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട്, രേഖ MTA പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും അധ്യാപക സംഘടനാ പ്രതിനിധികളുമായ അബ്ദുൾ കരീം, ആബിദ് മുഞ്ഞക്കൽ, PA ഗോപാലകൃഷ്ണൻ, സാജിദ്, ദീപ രാധാകൃഷ്ണൻ, ഷറഫു, ആസാദ് മുതുവാട്ടിൽ, ലത്തീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രിൻസിപ്പാൾ സുഹൈൽ സാബിർ സ്വാഗതവും HM പ്രിയതകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.